ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി, നമ്മളെ ടീമിലുള്ളൊരു വണ്ടി നമുക്ക് റിവ്യൂവിന് വന്നിട്ടുണ്ട്. സോ ഓൾറെഡി നമ്മൾ ഡിലേ ആണ്. നമ്മൾ 110 കണ്ട് പോവുകയാണ്. നമ്മൾ ഡെസേർട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ അതാണ് ഇത്ര ലാഗ് എടുത്തത്. പിന്നെ വണ്ടി ഇവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ടെൻഷനൊന്നുമില്ല. അപ്പോൾ ആളവിടെ വന്ന് വെയിറ്റ് ആക്കുന്നുണ്ട്. കുറച്ച് നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ എത്തിയത് എവിടെയെന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്കെന്നാൽ അവിടെ പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇതാക്കണ്. ഓണർ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ റിവ്യൂവിലോട്ട് കിടക്കാം. ഇത് കളർ തന്നെ കസ്റ്റം പെയിൻ്റാണ്. പിന്നെ ഇതിൽ കസ്റ്റം ബമ്പർ, പിന്നെ അതുപോലെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും അതുപോലെ സ്റ്റിക്കേഴ്സും ഹുഡിൽ മെഷ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ബോഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു കസ്റ്റം എന്താ പറയുക, വിനൈൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഡാർക്ക് ഫിനിഷിൽ അടി ഒന്നായിട്ട് സ്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ പിന്നെ കസ്റ്റം ലിപ്പ്, സ്കേർട്ട് പോലെ സ്കേർട്ടിൻ്റെ അടിയിൽ ലിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ബോഡി കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഒരു മാരക ഫീല് അപ്പോൾ തന്നെ നമുക്ക് വണ്ടിക്ക് തരുന്നുണ്ട്. മെയിനായിട്ട് അട്രാക്ഷൻ ഇതിൻ്റെ കളറാണ്. വേറെ ഒന്നും പറയാനില്ല. കളർ ഇങ്ങോട്ട് നിന്നോടത്തുനിന്ന് നോക്കിപ്പോവും നമ്മൾ. അപ്പോൾ അച്ചാതി കസ്റ്റം പെയിൻറ്റിങ് ആണ്. ഫ്രാൻസിൻ്റെയും അതുപോലെ മാക്സിൻ്റെയും പെട്രോൾ ഹെഡിൻ്റെയും ML കോൺസെപ്റ്റിൻ്റെ കീഴിലാണ് വണ്ടി ഫുള്ളി വർക്ക് എടുത്ത് ഇറക്കിയിട്ടുള്ളത്. ആക്സസറീസ് ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഇതിൻ്റെത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധനം ഇറക്കിയിട്ടുള്ളത്. ഇത് കണ്ടാൽ മനസ്സിലാവും. ചില സാധനങ്ങളും ചില പാർട്സും ചില വർക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്. ഇത് നമ്മൾ വേറെ വണ്ടിയിൽ ചെയ്യില്ല. സോറി. ഇത് നമുക്ക് ഐഡൻറ്റിറ്റി വിട്ടിട്ടൊരു കളിയില്ല. അതിൻ്റെ മെയിൻ ഉദാഹരണമാണ് ഈ വണ്ടി. ഈ സ്പെക്കിൽ വേറൊരു വണ്ടി ഞാൻ ഈ ദുനിയാവിൽ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹുഡിൽ 2 മെഷ് ആഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പറഞ്ഞല്ലോ 2 ബാക്കിലും ഫ്രണ്ടിലും ആ വൈറ്റ് ബോർഡിൻ്റെ ആ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ അവിടെ നമ്മളെ ചാനലിൻ്റെ പേര്, നമ്മുടെ ടീമിൻ്റെ പേരൊക്കെ ആയിട്ടുള്ള ഫ്രാൻസിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ML കോൺസെപ്റ്റ്സും. പിന്നെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൈഡിലെ ഈ ഒരു പോർഷനിൽ നമ്മളെ നാനോക്ക് ബാക്കിൽ വരുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ ഇതാക്കുന്ന ഇവിടെ ഒരു മെഷ് ഉണ്ട്. പിന്നെ അതുപോലെ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊരു ഫ്രണ്ടിൽ കൊടുത്ത സെയിം കാർബൺ ഡിപ്പിങ്ങിൻ്റെ ആ ഒരു ഫിനിഷുള്ള ആ ഒരു സ്കേർട്ടിൻ്റെ ആ ഒരു ലിപ്പ് നമ്മളിവിടെ കട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അത് ഫൈബർ വെച്ച് ചെയ്തതാണ്. ഏത് നിമിഷവും കൊഞ്ഞാടി പോവാം. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അത് വണ്ടി ഓവർ പുറത്തേക്ക് ഇറക്കലില്ല. ചോക്ക് മാത്രം മാക്സിമം നമ്മൾ പിക്കപ്പ് വെച്ചിട്ടാണ് കയറ്റി കൊണ്ടുപോകാറ്. പിന്നെ ബാക്കത്തെ സ്കേർട്ടിൻ്റെ ഇവിടെയും എന്താ പറയുക, ഈ ലാർച്ചിൻ്റെ ഇവിടെ നമുക്കൊരു മെഷ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചൈനീസിൻ്റെ 2 ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് കാര്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മ്യൂഗിൻ്റെ സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നോർമൽ മ്യൂഗിൻ്റെ സ്പോയിലർ അല്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം കുറച്ച് ചെറിയൊരു വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട്. കാരണം ഇത് ഇമ്പോർട്ടഡ് ആണ്. പിന്നെ അതുപോലെ ബാക്കിൽ ഹൈപ്പർ ഹയാനാണോ അങ്ങനെ എന്തോന്ന് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ പേരാണ്. എന്താ പറയുക, ഇതിനെ കസ്റ്റമറൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വീഡിയോഗ്രാഫറാണ്. ദെൻ എന്താ പറയുക,
നമുക്ക് ഇവിടെ ഫ്രാൻസ് സൂപ്പർ മെസ്സി പിന്നെ ചൈനീസിൻ്റെ 2 ലെറ്റേഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ആ JDMൻ്റെ ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ML കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. ടെയിൽ ലൈറ്റ് ഒക്കെ സ്റ്റോക്കാണ്. പിന്നെ ബാക്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ബോഡി കിറ്റ്, ബാക്കത്തെ കിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. FDൻ്റെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കിറ്റാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ FDൻ്റെ ലൈറ്റും കൂടി നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി ട്യൂൺഡാണ്, സ്റ്റേജ് 3 ആണ് വണ്ടി ട്യൂൺഡ്. അപ്പോൾ അത്യാവശ്യം മാരൊക്കെ പൊട്ടനും ചീറ്റിലൊക്കെ ഉണ്ട്. പോപ്സ് ആൻഡ് ബാഗ്സിൻ്റെ അപ്പുറമാണ് വണ്ടി. ദെൻ ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പിന്നെ അതുപോലെ തന്നെ 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അയാൻ്റെ സീക്കിൽ കൊടുത്തിട്ടുള്ള സെയിം സ്പെക്ക് തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ ആദ്യം ഇത് കളറൊക്കെ ഒരുപാട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എങ്കിലും ഇതാണ് ഇതിന് സ്യൂട്ടായിട്ടുള്ള കളറ്. അത്യാവശ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല മാച്ചിങ് ആണ്. നമ്മൾ എടുത്ത് നിൽക്കുമ്പോഴുള്ള ആ ഒരു ഇത് നോക്കണ്ട, പക്ഷേ ഇതിന് റണ്ണിങ്ങിലൊക്കെ പക്കയാണ്. അത്യാവശ്യം ഇതിൻ്റെ കോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉണ്ട്, ഒരു 60 above ഉണ്ട് ഇതിൻ്റെ അലോയ് വീൽസിന്. ഇത് പാർട്സായിട്ട് വരിക, അതായത് ഇതിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന റിമ്മും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സ്പോക്കും സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. ഇത് നമ്മൾ ഇമ്പോർട്ടഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ സ്പാർക്കോൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് ഡിസ്ക് അല്ലായിരുന്നു, ഡ്രമ്മായിരുന്നു. ഡിസ്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ വണ്ടി ടോട്ടലി നമ്മൾ കമ്പനിയിൽ നിന്ന് ഫുൾ ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ്റെ നേരെ അടിയിൽ വരുന്ന ആൽഫ മോഡലിൻ്റെ, ആൽഫയാണ് ഏറ്റവും ടോപ്പ്, അതിൻ്റെ അടിയിലുള്ള ഒരു മോഡലായിരുന്നു. ഇത് നേരെ നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് വണ്ടി ടോട്ടലി. ഇൻറ്റീരിയറൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി എന്താ പറയുക, റണ്ണിങ് കണ്ടീഷനൊക്കെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പക്കയാണ്. സർവീസ് കാര്യങ്ങളൊക്കെ ഷോറൂം സർവീസാണ് പക്കായിട്ട് നടന്നു പോകുന്നത്. നമ്മൾ പുറത്തുനിന്നൊരു വർക്ക് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ബോഡി വർക്കും അൾട്രേഷൻ വർക്കും അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് എഞ്ചിൻപരമായിട്ടുള്ള വർക്കുകളൊന്നും നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടില്ല. പക്കായിട്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെയാണ് എടുക്കാറ്. വണ്ടി കുറച്ച് കാലം നമ്മളെ കയ്യിലുണ്ടായിരുന്നു. നമ്മളെ വീഡിയോയിലും ഈ വണ്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ചില വീഡിയോയിൽ വർക്കിന് വന്ന വണ്ടിയാന്നൊക്കെ പറഞ്ഞതിൽ ഒരു വീഡിയോയിൽ ഈ വണ്ടി ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കസ്റ്റം ബിൽഡായിട്ട് ഇറക്കാനുള്ള വണ്ടിയാണ്. വൈറ്റ് ബോഡിയൊക്കെ ചെയ്തിട്ട് ഫ്രണ്ട് മാത്രം വൈറ്റ് ബോഡി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ, ബാക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അന്ന് ഫണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് അന്നായി ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് ഈ ഫ്രണ്ടത്തെ 2 വൈറ്റ് ബോഡി ആക്കിയിട്ടുള്ള എൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടി ഞാനന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ അതല്ല, അത് വേറൊന്നിൻ്റെ ചെയ്തതാണ്, വേറൊരു വ്ളോഗായിരുന്നു. അതിൽ നമ്മൾ ഈ വണ്ടിയായിട്ടായിരുന്നു പോയത്. അന്നൊന്നും ലോവർ അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ വണ്ടി അങ്ങ് പക്ക ലോവർ ചെയ്തിട്ടുണ്ട്. അതായത് കോബ്രയുടെ സ്പ്രിങ്ങാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, കസ്റ്റം സ്പ്രിങ്ങാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വിൻഷീൽഡൊക്കെ കോഫി ഷെയ്ഡിൽ കൂളിങ് അടിച്ചിട്ടുണ്ട്. അത് ഓവർ അങ്ങോട്ട് അറിയുന്നില്ല. എന്നിരുന്നാലും 85 above ഉണ്ട്. ഐ തിങ്ക് 90 സംതിങ് ആയിട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മളെ ആക്സസറി ഷോപ്പിൽ നിന്ന് അടിച്ചതാണ്. പിന്നെ ഇതിൻ്റെ വണ്ടി എടുക്കാൻ നമുക്ക് 4 lakhs ആയിട്ടുണ്ട് വണ്ടി എടുക്കുന്ന ടൈമിൽ. പിന്നെ ഇതിൽ എടുത്തിട്ടുള്ള വർക്ക് ടോട്ടൽ 50 lakh above ആയിട്ടുണ്ട്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ വർക്കും കൂടി പിന്നെ സർവീസും ഇതെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കമ്പനി സർവീസ് പോയിട്ട് ഫുള്ള് സർവീസ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതുപോലെയുള്ള വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കമ്പനി സർവീസ് എല്ലാം കൂടി കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് 16-17 above എന്തായാലും വരും. പിന്നെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. എക്സോസ്റ്റ് ബൊർലയുടെ എക്സോസ്റ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. വാൾവട്രോണിക്കിലാണ് അതും വന്നിട്ടുള്ളത്. സ്ട്രേറ്റ് പൈപ്പാണ്, ഹെഡർ കസ്റ്റം ചെയ്തതാണ് ഫ്രാൻസിൻ്റെ. പിന്നെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മേയറായിട്ട് വരുന്ന അപ്ഡേഷൻസ് അല്ലാതെ പിന്നെ കാര്യമായിട്ട് ട്യൂൺഡാണ്. സ്റ്റേജ് 3 പോപ്സ് ആൻഡ് ബാഗ്സ്, അതിനപ്പുറമായിട്ട് ഫ്ലെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ എന്തായാലും ഒരു ഷൂട്ട് വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. ദെൻ ഇത്ര പറയാനുള്ളൂ വണ്ടിയെക്കുറിച്ച്. അപ്പോൾ നമ്മളെ ഹൈപ്പറുടെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ദെൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.